ഋതുവിനുള്ള മാമൂട്ടലൊക്കെ കുറച്ച് രസകരമാക്കിയാൽ മാത്രമേ അവൾ കഴിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ മാക്സിമം എൻ്റർടൈൻമെൻറ്റ് കൊടുത്താണ് കേട്ടോ ഫുഡ് കൊടുക്കാറുള്ളത്. ഋതുവിന് പരിപ്പും ചോറുമാണ്, ഒരു പരിപ്പ് കറി ചോറെന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വഴി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ ഇട്ടേക്കാം കേട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുക്കറിനകത്ത് എല്ലാം കൂടെ ഒന്ന് അടിച്ച് നന്നായിട്ട് ഉടച്ച് നെയ്യൊഴിച്ച് കൊടുക്കുകയും അങ്ങനെ ഫുഡ് കൊടുത്തോണ്ടിരുന്നപ്പോൾ എന്താ അമ്മ പിന്നെ അമ്മ വന്നപ്പോൾ നിറയെ മുല്ലപ്പൂ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ വീട്ടിൽ പിടിക്കുന്ന കേട്ടോ. പണ്ട് ഇതിലും കൂടുതൽ പിടിക്കുമായിരുന്നു. നിറയെ ഇങ്ങനെ ഒരുമാതിരി പ്രാന്ത് പിടിക്കുന്ന രീതിയിൽ പിടിക്കുമായിരുന്നു. ഇപ്പം ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ചുണ്ട് കേട്ടോ. ഇത് ഋതുവിന് വേണ്ടിയിട്ട് അമ്മ കൊണ്ടുവന്നതാണ്. ഋതുവിന് അമ്മയെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ട്. എന്താണെന്ന് എനിക്കറിയില്ല. അമ്മയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്നെ കണ്ടില്ലേലും അവൾക്ക് കുഴപ്പമില്ല. അവളിങ്ങനെ അമ്മയുടെ പിറകെ നടന്നോളൂ കേട്ടോ. അങ്ങനെ ഇതാ ഋതുവിന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ഞങ്ങൾക്ക് സ്പെഷ്യൽ ഐറ്റംസ് അമ്മ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ബീഫ് കറിയും പിന്നെ ഒരട്ടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സാലഡ് അതൊക്കെ ഉണ്ടായിരുന്നേ. ഇത് നമ്മുടെ പെരുന്നാളിൻ്റെ അന്ന് കൊണ്ടുവന്ന സാധനം കേട്ടോ. അന്നെടുത്ത വീഡിയോ ആണ്. ഇടാൻ കുറച്ച് വൈകി പോയിന്നേ ഉള്ളൂ. അപ്പോൾ ഇത് പെരുന്നാൾ പങ്കാണ് കേട്ടോ. എനിക്ക് ഒരട്ടിയും ബീഫ് കറിയും കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ കിട്ടിയപ്പോൾ ഓടിക്കൊണ്ടുവന്നതാണ് കേട്ടോ ഞങ്ങൾക്ക് തരാനെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഋതു പിന്നെ അമ്മയുടെ കയ്യിലിരുന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. കുറേ നേരം അമ്മ 2-3 തല്ലൊക്കെ കൊടുത്ത് അമ്മയെ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതാ പിന്നെ കിടന്ന് ഉറങ്ങി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ അമ്മ പോകാനും ഇറങ്ങി. മെസ്സേജ് കഴിയുമ്പോൾ വിളിക്കണേ. സത്യം പറഞ്ഞാൽ ഇന്ന് അമ്മ വന്നത് തന്നെ ഞങ്ങൾക്ക് ഈ ഫുഡായിട്ടാട്ടോ. ഇല്ലെങ്കിൽ അമ്മ ഇന്ന് വരുത്തേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് അമ്മ പോയി. അപ്പോഴത്തേക്ക്